ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ടൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. മുറ്റമൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴും മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ നോക്കി പുറത്തോട്ട് നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഞാനിങ്ങനെ ക്യാമറയിലോട്ട് നോക്കി എൻ്റെ പല പല ഭാവങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അണ്ണൻ പുറത്തേക്ക് വന്നതാണ്. അപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഞാൻ കൂടെ പോയി വീഡിയോ എടുത്തപ്പോൾ എന്നെ വഴക്ക് പറയുവാണ്. അന്വേഷിച്ച് അടുക്കളയിൽ വന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനൊക്കെ കിച്ചൺ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതിനിടയിൽ ഞങ്ങൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ വീടിനവിടെ കൊണ്ടുവന്ന മീൻ മേടിച്ചായിരുന്നു. ഞങ്ങളുടെ വീടിന് വഴിയെ കൊണ്ടുപോകും മീൻ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചായിരുന്നു. മാർക്കറ്റിലൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ ചൂര സീസണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ചൂര തന്നെയാണ് നമ്മളിവിടെയൊക്കെ കൊണ്ടുവരുന്നത്, ചെറുതും വലുതുമായിട്ടൊക്കെ. അപ്പോൾ നമ്മളിന്നൊരു വലിയ ചൂരയാണ് മേടിച്ചത്. നമുക്ക് 2 പേരെ ഉള്ളായതുകൊണ്ട് ഇത് അധികമാണ്. പിന്നെ ഞങ്ങൾ പകുതി എടുത്ത് കറിക്കും പകുതി ഞങ്ങൾ അച്ചാറിനും എടുത്തു. അപ്പോൾ അണ്ണനാണ് കട്ട് ചെയ്യുന്നത്. വലിയ മീനൊക്കെ ആകുമ്പോൾ അണ്ണൻ കട്ട് ചെയ്യും. ഞാനാണിത് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ വലിയ മീനൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല. അണ്ണൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. മുള്ളും തലയും പിന്നെ മീനും പ്രത്യേകം മാറ്റിയാണ് തന്നത്. ഒരുമിച്ച് 2ആയിട്ട് കറി വയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ അത് ഒരുമിച്ച് വെച്ച്, നമുക്ക് വീട് വരെ പോകണമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ചാണ് കറി വെച്ചത്. മുള്ളും തലയെല്ലാം കൂടി ഇട്ടാണ് വെച്ചത്. അണ്ണൻ കട്ട് ചെയ്ത് തരുമ്പോൾ ഇതേപോലെ കടയിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് തരുന്നത് പോലെ ആണ് കട്ട് ചെയ്ത് തരുന്നത്. പക്ഷെ ഞാനൊക്കെ ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിലൊന്നും കിട്ടത്തൊന്നുമില്ല. കുളമാക്കി എടുത്തേനെ ഞാൻ. നമ്മൾ കറിക്ക് വേണ്ടി പീസാക്കി മാറ്റി. പിന്നെ ഇതിപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റുവാണ്. അച്ചാറിന് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി മാറ്റുവാണ്. അപ്പം നമ്മൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട്, അച്ചാറിന് വറുക്കാൻ വേണ്ടിയിട്ടാണ് മസാലയൊക്കെ പുരട്ടി വെച്ചത്. അപ്പോൾ അണ്ണന് നിൽക്കുന്ന ദിവസങ്ങളിൽ കിച്ചണിൽ എനിക്ക് സഹായിച്ചൊക്കെ തരാറുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതും കൂടി കൊണ്ട് എനിക്ക് കുറച്ചും കൂടിയൊക്കെ സഹായിച്ച് തരുന്നുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി തന്നെയാണ് നിൽക്കുമ്പോഴൊക്കെ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് അച്ചാറിന് വേണ്ടി വറുത്തെടുക്കുവാണ്. കണ്ട ഒരെണ്ണത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കളഞ്ഞതാണ്. കൊണ്ട് കിടക്കുന്നത്
അപ്പം ഞാൻ കറി വെക്കുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പം എന്നെ കളിയാക്കി എന്തോ പറയുന്നതാണ്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കറി തിളച്ച് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുത്ത് അപ്പം നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നല്ല മണം വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ. നമ്മൾ തലയും കൂടി അതിലിട്ടാണ് വെച്ചത്. സെപ്പറേറ്റ് വെക്കാനാണ് അണ്ണം പറഞ്ഞത്, പക്ഷെ ഞാൻ ഒരുമിച്ചിട്ട് വെച്ച്. ഇത് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടാണ്. അച്ചാറിന് കുറച്ച് ഗ്രേവി കൂടിപ്പോയി. നമ്മൾ കുറച്ച് മീനേ എടുത്തിട്ടുള്ളായിരുന്നല്ലോ. നമുക്ക് അത്യാവശ്യത്തിന് 2 ദിവസത്തേക്ക്, ഒരുപാട് ദിവസത്തേക്ക് ഇട്ട് വെക്കാനൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കിയതാണ്. ഗ്രേവി ഉണ്ടെങ്കിലും നല്ലതാണ്. നമുക്ക് ചോറ് അത് മാത്രം മതിയല്ലോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ ചോറിനുള്ള കറികൾ. മീനച്ചാറ്, മീൻ കറി, പയറ് തോരൻ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കൊല്ലം ബീച്ചിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനും അണ്ണനും എൻ്റെ ബ്രദറും കൂടിയാണ് പോയത്. ഞായറാഴ്ചയാണല്ലോ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഫ്രീ ആവുന്നു. അപ്പോൾ എല്ലാവരും പുറത്ത് വരുന്നതുമൊക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ ഇരുട്ടും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടലിലോട്ട് ഇറങ്ങിയില്ല. നല്ല ഫോഴ്സിലാണ് തിര വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നിന്ന് ഡേഞ്ചർ ഏരിയയാണ്. അപ്പം ലൈഫ് ഗാർഡ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ആരും ഇറങ്ങരുതെന്ന് പറയുന്നുണ്ട്, കയറാൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ ഈ കാണുന്ന ഹോട്ടലിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് പോയി. ഒരു പട്ട വാങ്ങിയായിരുന്നു. അത് പറത്താൻ പറ്റാത്തത് കൊണ്ട് അവിടെ തന്നെ ഒരു കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ പാർക്കിൽ വന്ന്, അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പാർക്കിലൊക്കെ വന്നാൽ അവർക്ക് ഈ റൈഡുകളിലൊക്കെ കയറ്റാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ എന്നിട്ട് എനിക്കിവരോട് ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇവരോട് ഞാൻ കയറാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് പേടിയായതുകൊണ്ട് ഇവർ രണ്ടുപേരും കയറുന്നില്ല. പേടിയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതലും ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കയറാൻ പറഞ്ഞത്. ഇവരുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും കയറിയില്ല. പിന്നെ നിർബന്ധിച്ച് അതിനുശേഷം ഇല്യൂഷൻ ടണലിൽ കയറാൻ പോയി. അപ്പോൾ അത് വല്ലാത്തൊരു തലവേദനയായിപ്പോയി. അതിൽ കയറിയും പോയി, ഭയങ്കര തലവേദനയും, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒട്ടും വയ്യായി. വെറുതെ പൈസ കൊണ്ട് കളഞ്ഞ് വെറുതെ കയറിയതാണ്. നമ്മൾ 3 മണി കയറിയപ്പോൾ തന്നെ 210, 220 എത്രയാണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് തലവേദന എടുത്തിട്ട് ഞാനൊരു ഐസ്ക്രീം മേടിച്ച് കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന കടലയാണ്. കടല കഴിക്കാതെ പോവാറേ ഇല്ല. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വാങ്ങിക്കുന്ന ഐറ്റമാണിത്. ഇതിൻ്റെ ആ ഒരു എരിവും പുളിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അത് വാങ്ങിച്ചായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല മുരിഞ്ഞതായിരുന്നു.
അതൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങ് പോയി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയായിരുന്നു മന്തി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹോട്ടലിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ മന്തിയും പെപ്സിയും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് അതൊക്കെ കഴിച്ച് കിടന്ന്. അത്രയേ ഉള്ളൂ ഗായ്സ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.